project is school management system, and let me started in project school project to open to command and cmd command prompt. Go to code dots enter. ഇതിൽ ആദ്യം നമ്മൾ ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്തു. പിന്നെ 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റുഡൻസ് ആപ്പ്. അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈത്തൺ ജാങ്കോ, സിമ്പിൾ JWT ആൻഡ് റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് settings.py പോയിട്ട് ഇൻപുട്ട് ചെയ്തു. ഇൻസ്റ്റാൾ ആപ്സിൽ ഇൻപുട്ട് ചെയ്തു. ഓക്കെ. ആൻഡ് മോഡൽസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് റൺ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്ത് മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കലി വന്നു. എന്നിട്ട് ഇതിൽ കസ്റ്റമർ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഡാറ്റാസ് കൊടുത്തു. അതായത് ക്രിയേറ്റ് ചെയ്യുക, യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ്, അതായത് ഈ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഇമെയിൽ, അതേപോലെ യൂസറിൻ്റെ നെയിം, അതുപോലെ ഫീൽഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് യൂസർ ID ആൻഡ് പാസ്വേഡ് എല്ലാം കൊടുത്ത് പിന്നെ അതിലേക്ക് വാല്യൂ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. പിന്നീട് അത് കസ്റ്റമറിൻ്റെ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് റോൾ ചോയ്സ് ആയിട്ട് അഡ്മിനും ഓഫീസ് സ്റ്റാഫുമായിട്ട് കൊടുത്തു, ലൈബ്രറിയനും കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചോയ്സ് നമ്മൾ റോള് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോയ്സ് കൊടുത്ത് പിന്നെ പെർമിഷൻ ഡാറ്റ കൊടുത്ത് ആ പെർമിഷൻസ് അനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണ് മെനി ടു 1 ആണോ മെനി ടു മെനി ആണോ എന്നുള്ളത് ഡാറ്റാസ് അവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പെർമിഷനിൽ കൊടുത്തു. അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചെക്ക് ചെയ്യാൻ. പിന്നെ അത് സ്ട്രിങ് എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ കൊടുത്തു. അതിൽ പിന്നീട് അത് സ്റ്റുഡൻസ് മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് വേണ്ട ഡാറ്റാസ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് നെയിം, അഡ്മിഷൻ ആൻഡ് അതിൻ്റെ സ്ട്രിങ് വാല്യൂവിൽ ഡാറ്റാസ് കൊടുത്തു. എന്നിട്ട് ഇതിന് വ്യൂസ് ക്രിയേറ്റ് ചെയ്തു. വ്യൂസ് അതിൽ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ സ്റ്റുഡൻസിൻ്റെ വ്യൂസും യൂസറിൻ്റെ വ്യൂസും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. അതിന് വേണ്ട ഡാറ്റാസ് എന്താണോ നമ്മൾ അതുപോലെ കൊടുത്ത് CRUD ഓപ്പറേഷൻസും യൂസ് ചെയ്തിട്ട് അതായത് ഡിലീറ്റ്, ക്രിയേറ്റ്, എഡിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡാറ്റാസും കൊടുത്ത് പിന്നീടത് നമ്മൾ യൂസറിനുള്ള ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു, CRUD ഓപ്പറേഷൻസ് കൊടുത്ത് പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ജെയ്സണിൻ്റെ ഡാറ്റാസും കോഡ് എന്താണെന്നും ഉള്ള രീതിയിൽ യൂസർ നെയിം, പാസ്വേഡൊക്കെ കൊടുത്ത് റെസ്പോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡ് കൊടുത്ത് റെസ്പോൺസ് ഉണ്ടെങ്കിൽ സക്സസ് ആണ്, ഇല്ല എങ്കിൽ ഇൻവാലിഡ് ആണ് എന്ന് കാണിക്കും. ഇത് പിന്നീടത്
പിന്നെ പെർമിഷൻസും കൊടുത്തിട്ട് ഡാറ്റാസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് പെർമിഷൻസ് ഡാറ്റയ്ക്ക് കൊടുത്തത് ആർഗ്യുമെൻറ്റും കീവേഡ് ആർഗ്യുമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സൂപ്പർ യൂസർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു ഡാറ്റ. നമ്മൾ ഒരു അഡ്മിന് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളതാണ് ഈ സൂപ്പർ യൂസർ എന്നുള്ളത്, ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അതായത് ലോഗിൻ ചെയ്യാനുള്ളതാണ് സൂപ്പർ യൂസർ യൂസ് ചെയ്യുന്നത്. അപ്പം വീണ്ടും മോഡൽസ് വന്നാൽ ലൈബ്രറി ഹിസ്റ്ററിക്ക് വേണ്ട ഡാറ്റാസ് കൊടുത്ത്, അതായത് സ്റ്റുഡൻസ്, ബുക്ക് നെയിം, ബോറോ ഡേറ്റ്, സ്റ്റുഡൻസ് റിട്ടേൺ ഡേറ്റ് എന്നുള്ള ഡാറ്റാസ്, അതുപോലെ ഫീസും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യൂസ് ഇൻപുട്ട് ചെയ്തു. അതേപോലെ വ്യൂസിൽ ഡാറ്റാസ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അതിൽ കുറേ വ്യൂ സെറ്റ് ഇൻപുട്ട് ചെയ്തു, അതായത് ഒതൻറ്റിക്കേറ്റഡ് ആണോ എന്നറിയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫീ ഹിസ്റ്ററിയിലും നമ്മൾ ഡാറ്റാസ് വ്യൂസിൽ കൊടുത്തു, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒതൻറ്റിക്കേറ്റഡ് എന്നുള്ള രീതി കൊടുത്തത്. ലൈബ്രറി റെക്കോർഡർ ആണെങ്കിൽ അതിൽ ഫോറിൻ കീ യൂസ് ചെയ്തിട്ട് ലൈബ്രറി റെക്കോർഡ് ആൻഡ് നോട്ട്സൊക്കെ കൊടുത്തിട്ട് അതിനനുസരിച്ച് വ്യൂസും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫീ റെക്കോർഡ് അതേപോലെ ഡാറ്റാസ് കൊടുത്തിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യാൻ ലിമിറ്റ്, കസ്റ്റമറിൻ്റെ സ്റ്റുഡൻസിന് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ, റെക്കോർഡ് ഡേറ്റ് എന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വ്യൂസിൽ അത് ഇൻപുട്ട് ചെയ്തു. ഈ റോള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ലോഗിൻ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാഫ്, അഡ്മിൻ, ടീച്ചർ, സ്റ്റുഡൻസിന് എന്നുള്ളവർക്കാണ്. അഡ്മിൻ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റുഡൻസിന് അഡ്മിൻ സ്റ്റേറ്റ് രജിസ്റ്റർ കൊടുത്തു, ലൈബ്രറി ഹിസ്റ്ററി, ഫീസ് ഹിസ്റ്ററി, റെക്കോർഡ് ആൻഡ് ലൈബ്രറി റെക്കോർഡ് കസ്റ്റമേഴ്സ് കൊടുത്ത്. പിന്നീടത് നമ്മൾ പെർമിഷൻസിൽ പോയിട്ട് ജസ്റ്റ് ബേസ് പെർമിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തു. പിന്നെ സ്റ്റുഡൻസ് ആപ്പിൻ്റെ URLസിൽ പോയിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഡാറ്റാസ് ഇവിടെ ഉണ്ടോ, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് URLസും അതിൻ്റെ വ്യൂസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് സീരിയലൈസർ വേണം. മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് സീരിയലൈസർ വേണം. അപ്പോൾ സ്റ്റുഡൻറ്റ് സീരിയലൈസർ യൂസ് ചെയ്തു. അതിൽ എങ്ങനെയാണ് സീരിയലൈസർ എന്നൊക്കെ വേണ്ടത് ഡാറ്റാസ് മോഡൽസ് വെച്ചിട്ട് നമ്മൾ ഇന്ന ഡേറ്റിൽ ക്ലാസ് ടൈമിൽ അഡ്മിഷനിൽ ലൈബ്രറിയിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. അതിൽ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ടു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കോഡ് നമ്മൾ കൊടുത്ത്. ഫീസ് ഹിസ്റ്ററിയിലും ഇതേപോലെ ഫീസ് ഹിസ്റ്ററി സീരിയലൈസറിൽ ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത്. അതേപോലെ ലൈബ്രറി ഹിസ്റ്ററിയിലും മോഡൽസ് സ്റ്റുഡൻസ് സീരിയലൈസർ റീഡ് ഓൺലി ആക്കിയിട്ട് ട്രൂ കൊടുത്തിട്ട് ഡാറ്റാസ് സ്റ്റുഡൻസ് ബുക്ക് ഇതിൻ്റെ രീതിസ് കൊടുത്ത്. അതേപോലെ ഫീ ഹിസ്റ്ററീൻ്റെ ഫീ ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ റീഡ് ഓൺലി രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറൈസ്ഡ് ഡാറ്റാസ് ഇതിൽ യൂസർ നെയിം ആൻഡ് ID ആൻഡ് യൂസർ നെയിം ആൻഡ് ദീസ് ലൈബ്രറി റെക്കോർഡറിൽ കൊടുത്തത് ലൈബ്രറിയനും കസ്റ്റമൈസ് സീരിയലൈസർ ട്രൂ ആണോ ചെക്ക് ചെയ്യാൻ, സ്റ്റുഡൻസിന് ചെക്ക് ചെയ്യാനുമാണ് കൊടുത്തിട്ടുള്ളത്. അതിലുള്ള ഡാറ്റാസ് ഫീൽഡ്സിൽ വേണ്ടത് നമ്മൾ കൊടുത്തു. പിന്നീട് പിന്നെ ഫീസ് റെക്കോർഡിന് പിന്നെ നമ്മൾ കൊടുത്തു. അതിനനുസരിച്ച് സീരിയലൈസറും അതിനനുസരിച്ചുള്ള ഫീൽഡ്സിനുള്ളവർ കൊടുക്കേണ്ട ഡാറ്റാസ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് മോഡൽസിൽ. കസ്റ്റമർ സീരിയലൈസറിനുള്ള ഡാറ്റാസ് സെൽഫായിട്ട് നമ്മൾ യൂസർ ID ആൻഡ് പാസ്വേഡ് സീരിയലൈസറിൽ കൊടുക്കേണ്ടതാണ്. ആൻഡ് പിന്നീട് നമ്മൾ മോഡൽസിൽ വന്നിട്ട്
കസ്റ്റമർ മാനേജ്മെൻറ്റും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. യൂസർ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സൂപ്പർ യൂസർ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് നമുക്ക് ട്രൂ ആണ് ഫാൾസ് ആണോ എന്ന് അറിയാനുള്ള കോഡും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ മെയിനായിട്ട് വ്യൂസിൽ നമ്മൾ എന്താ ക്രെഡ് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട് സ്കൂളിന് ആൻഡ് ലൈബ്രറി ആൻഡ് ഫീസിന്. അത് എങ്ങനെ കീവേഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഫാൾസ് നമ്മൾ അത് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ജെയ്സൺ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഗെറ്റ് ചെയ്യുന്ന രീതിയിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡാഷ്ബോർഡ് മീൻസ് ഗെറ്റ് ചെയ്യുന്ന രീതിയും പുട്ട് ചെയ്യുന്ന രീതിയും നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നീട് അത് എന്താ വെച്ചാൽ നമ്മൾ അതിനെ പുട്ട് ചെയ്യുന്ന രീതി, അതേപോലെ റിട്ടേൺ ചെയ്യുന്ന രീതി, റെസ്പോൺസ് ചെയ്യുന്ന രീതി, ഡിലീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കോഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ഡാഷ്ബോർഡ് വ്യൂസ് പറഞ്ഞാൽ എന്താണ് സ്റ്റുഡൻസിന് എങ്ങനെയാണോ എന്താണ് എൻ്റെ സീരിയലൈസർ ഒബ്ജക്റ്റ് ടു ആൾ എല്ലാ ഡാറ്റാസും സീരിയലൈസർ വഴി നമുക്കിവിടെ റെസ്പോൺസ് കിട്ടേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേപോലെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗെറ്റ് ചെയ്യാൻ മാത്രമേ ഓപ്ഷനുള്ളൂ. ഗെറ്റാണ് ചെയ്യേണ്ടത്. ഫീസ് ഹിസ്റ്ററിയിൽ നമ്മൾ ഗെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് പറഞ്ഞാൽ ഡാറ്റ ഇങ്ങോട്ട് ഗെറ്റ് എടുക്കാൻ, പോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഡാറ്റാസ് കൊടുക്കുന്നത് സീരിയലൈസർ കൊടുക്കുന്ന ഡാറ്റാസ് ചെക്ക് ചെയ്യാൻ. പിന്നെ പുട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുസരിച്ച് നമ്മൾ ഡാറ്റാസ് സക്സസ് ആണോ എങ്ങനെയാണ് അതിൻ്റെതായ രീതിയിൽ റെസ്പോൺസ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനും, നമ്മൾ റെസ്പോൺസ് തെറ്റായിട്ട് എന്താ സക്സസ് ഉള്ളതിന് ഓപ്പോസിറ്റ് ബാഡ് റിക്വസ്റ്റ് ആയിട്ട് വരുന്നതും കാണാം. ആൻഡ് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസും ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈബ്രറി ഹിസ്റ്ററിയിൽ ഇതേപോലെ നമ്മൾ ഗെറ്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്റ്റുഡൻസിൻ്റെ ഐഡിയും അത് ലൈബ്രറീൻ്റെ ഒബ്ജക്റ്റ് ആളായിട്ടുള്ള റിട്ടേൺ റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ എന്താണ് ഇതിലേക്ക് ജാങ്കോ പെർമിഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പെർമിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻസേർട്ട് തന്നിട്ടുള്ള ഇതിൽ അനുസരിച്ച് നമ്മൾ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി URLs എന്ന് പറഞ്ഞ ഡാറ്റാസ് നമ്മൾ വ്യൂസിൽ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് അനുസരിച്ച് നമ്മൾ സ്റ്റുഡൻസ് ആപ്പിൻ്റെ URLs നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് റൺ ചെയ്യുന്നു. മെയിൻ പ്രൊജക്റ്റിൻ്റെ ഡാറ്റാസിൽ നമ്മൾ ഇങ്ങനെ അഡ്മിനും ആപ്പിയും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് റൺ ചെയ്യാം. പുതിയ CMD എടുക്കട്ടെ. സോറി, ഡയറക്ടറി ഇല്ലെന്ന് പറയുന്നുണ്ട്, ചെക്ക് ചെയ്യട്ടെ.
ഡയറക്ടറിയിൽ അങ്ങനെ ഒരു ഡയറക്ടറി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ കോഡ് റൺ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഡയറക്ടറി ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയറക്ടറി ചെക്ക് ചെയ്യാനുള്ളത് കൊടുത്ത്. അപ്പോൾ ഡെസ്ക് ടോപ്പിൽ ഓൺ ഡ്രൈവിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്ത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്യാൻ നോക്കാം. അപ്പോഴും വീണ്ടും ഡയറക്ടറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ടറി ഇല്ലയെന്ന് പറഞ്ഞത് കൊണ്ട് പുതിയ ടെർമിനൽ എടുത്ത് നമ്മൾ സ്കൂൾ പ്രൊജക്റ്റ് ഉള്ളതെടുത്ത് CD സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ളതിലേക്ക് പാത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ കൊടുത്തു. അപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊന്നും കൂടി അതിനുള്ള കമാൻഡ് നോക്കുകയാണ്. കമാൻഡ് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കമാൻഡ് ഒന്നും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്, അവിടെ ഇൻപുട്ട് ചെയ്തു. ഇനി CD എന്ന് കൊടുക്കാം. CD സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടും പിന്നെ ഇങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ VS കോഡിൽ നോക്കിയപ്പോൾ ഫൗണ്ട് നോട്ട് പാത്ത് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള കമാൻഡ് കൊടുത്ത് CD മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പാത്ത് ചേഞ്ച് ചെയ്തു. അപ്പോൾ പിന്നീട് പാത്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു. പാത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്യാം. റൺ സെർവർ കൊടുക്കുന്നു. റൺ സെർവറിൽ കൊടുക്കുമ്പോഴും ഈ management.py റൺ സെർവർ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഒരു മിനിറ്റ്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ VS കോഡ് റൺ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഡയറക്ടറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ CD ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി CD സ്കൂൾ മാനേജ്മെൻറ്റ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടെന്ന് പറയുന്നു. ഇനി python manage.py എന്ന് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോറി, നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. CD കൊടുത്തിട്ടുണ്ട്. ഇനി റൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൺ ചെയ്യാനാണ് ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്.